Celebrity Kitchen Magic. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. റൗണ്ട്സ് പലതായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികളുടെ വ്യത്യസ്തമായ കഴിവുകൾ പല റൗണ്ട്സിലൂടെയും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫാമിലി റൗണ്ട് കഴിഞ്ഞു, ഫ്രണ്ട്സ് റൗണ്ട് കഴിഞ്ഞു, ഇങ്ങനെ എത്ര റൗണ്ട്സാണ്. പിന്നെ സർപ്രൈസ് റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ബാക്കി? ശരിക്കും കുക്കിംഗ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പാചകം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് പണ്ട് തൊട്ടേ നമ്മളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ഒരു രീതി, അത് തനതായ ഒരു പാചക ശൈലി. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആധുനികമായ ഈ ഒരു കാലഘട്ടത്തിൽ ബേക്കിംഗ് എന്ന് പറയുന്നതും ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബേക്കിംഗ് എന്ന് പറയുമ്പോൾ ചുട്ടെടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ശരിക്കും ഇപ്പോൾ വളരെ മുന്തിയ ഹോട്ടൽസിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, ഇത് കൂടാണ്ട് വലിയ ബേക്കറീസ്, പേസ്ട്രി ഷോപ്സ്, ഇവിടെയെല്ലാം നല്ല മനോഹരമായ വലിയ എന്താ പറയുക, പലതരം പേസ്ട്രീസ് നമുക്ക് വാങ്ങാൻ കിട്ടും, ഒത്തിരി ഭംഗിയായിട്ട് അലങ്കരിച്ചത്. അപ്പോൾ കണ്ണിന് ഏറ്റവും ഭംഗി തോന്നിക്കുന്നത് അല്ലെങ്കിൽ കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇത്തരം പേസ്ട്രി കാഴ്ചകൾ. ഒരു പക്ഷേ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കെല്ലാം തന്നെ ഇങ്ങനെ പേസ്ട്രീസ് ഉണ്ടാക്കാൻ ഒരുപാട് പേർക്കറിയാം, ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനും. അപ്പോൾ പേസ്ട്രികൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ ആധുനികമായ രീതിയിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇലക്ട്രിക് അവനും മറ്റു കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും. പക്ഷേ പണ്ട് കാലത്തെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ സ്വദേശിയായിട്ടുള്ള കാര്യമായിരിക്കില്ല കേക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വിദേശത്തു നിന്ന് വന്നതായിരിക്കും. എന്നാലും ഒരു തനതായ രീതിയിലുള്ള ഇലക്ട്രിക് അല്ലാത്ത ബർമകളും ഒക്കെ ഉണ്ടായിരുന്നു, ചുട്ടെടുക്കുന്ന കനലിൽ ചുട്ടെടുക്കുന്ന ഒരു രീതി. പക്ഷെ നമുക്കതൊന്നും അല്ലല്ലോ വേണ്ടത്, നമുക്കിപ്പോൾ ഇലക്ട്രിക് അവനുണ്ട്. അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ എങ്ങനെയാണ് ഇത്തരം കേക്ക്സും പേസ്ട്രീസും ഒക്കെ തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? ഇതൊരു മത്സരമാണല്ലോ, അതുകൊണ്ട് അത്തരം കാഴ്ചകളും കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. അങ്ങനെ സർപ്രൈസ് റൗണ്ട് എല്ലാം കഴിഞ്ഞ് കൃഷ്ണ മിസ് ചെയ്തു കേട്ടോ. സർപ്രൈസ് റൗണ്ട് പച്ചമാങ്ങ എങ്ങനെയല്ല ആക്കാന്നുള്ളത് അവർ കാണിച്ചു തന്നു. എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറയൂ. അധികം പുളിയൊന്നും വേണ്ടി വന്നില്ല, കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ പച്ചമാങ്ങയുടെ കഥ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇനി ഈ സർപ്രൈസ് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അല്ല കൃഷ്ണ, നമ്മൾ സർപ്രൈസ് കൊടുക്കണ്ടെന്ന് തീരുമാനമായല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ബേക്കിംഗ് റൗണ്ട് ആണെന്ന് പറഞ്ഞു, നിങ്ങളോടെല്ലാം തയ്യാറായി വരാനും പറഞ്ഞിരുന്നു. വളരെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും കാരണം സർപ്രൈസ് അല്ലാത്തതുകൊണ്ട് അല്ലേ? സർപ്രൈസ് റൗണ്ടല്ലോ, ബേക്കിംഗ് റൗണ്ട് നേരത്തെ. അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുത്ത് വന്നിരിക്കോ? എന്തോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർപ്രൈസ് മതി. ഞങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് ഓടി വരുന്നവരായതുകൊണ്ട് അത്ര പറ്റില്ല പ്രാക്ടീസ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല തയ്യാറായിട്ട് തന്നെ വന്നിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ വ്യത്യസ്തമായ പലതരം കേക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 10 വെറൈറ്റീസ് ഓഫ് ഡിഫറെന്റ് കേക്ക്സ് ആണ് നമ്മൾ കഴിക്കാൻ. യെസ്, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിച്ച് കേക്ക്സിൻ്റെ ഒക്കെ ഒരു കേക്ക് ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കാൻ പോകണം ഇവിടെ. അപ്പോൾ എല്ലാം തയ്യാറായിയാണ് വന്നിരിക്കുന്നതെന്ന് സന്തോഷം. പലതരം ഐസിങ് എന്ത് പറ്റി ഫെസ്റ്റിവൽ എത്തി. എന്നാലും ഇത്ര 10 തരം കേക്കല്ലേ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. എന്നാലും ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്, അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കേക്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങുക. ഓക്കെ, ടൈമുണ്ട്. ടൈം ഒരു കേക്കല്ലേ, അപ്പം ബാറ്റർ തയ്യാറാക്കാനും ബേക്കിങ്ങിന് ഏതാണ്ട് 45 മിനിറ്റ്സ് ടു 1 അവർ വേണ്ടി വരും. പല ഇതാണ്. പിന്നെ 1/2 മണിക്കൂർ, പിന്നെ ഐസിങ് ഉണ്ട്. എങ്ങനെയോ എന്തെങ്കിലും ഒരു 2.5 മണിക്കൂർ മുതൽ നിങ്ങളുടെ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒന്ന് കണക്കാക്കാം. 3 hours വരെ നമ്മൾ തന്നിരിക്കുന്നു. ഗ്യാരണ്ടി 3 hours. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വീക്ഷിക്കുന്നതായിരിക്കും. നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കേക്ക് റൗണ്ടിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. കൊക്കോ പൗഡർ,
പഞ്ചസാര, പിന്നെ മൈദ, മുട്ട, ബട്ടർ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാർ, വാനില എസൻസ്, വിപ്പ് ക്രീം, പിന്നെ ടിൻ ചെറി അല്ലെങ്കിൽ ഫ്രഷ് ചെറി ആയാലും മതി. ഇത്രയും സാധനങ്ങൾ മതി. ശാലിനി, ഹലോ. എന്താണ് കേക്ക് പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അല്ലേ? എന്ത് കേക്കാണ് പ്ലാൻ? ബ്ലാക്ക് ഫോറസ്റ്റ്. ഓ, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഒരു എന്താ പറയുക, ഫേമസ് കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പേസ്ട്രി ഷോപ്സിൽ ചെന്നാൽ എല്ലാവരും ഓർഡർ ചെയ്ത് റിച്ച് ആയിട്ടുള്ളത്. നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുണ്ടോ? കണ്ടുപിടിച്ചില്ല. ഓക്കെ. അതെ, വിപ്പിംഗ് ക്രീം, പിന്നെന്താ, പിന്നെ ടിൻഡ് ചെറീസ് ഉണ്ടോ? ടിൻഡ് ചെറീസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ മൈദ, മിൽക്ക് മെയ്ഡ്, ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു. ഷുഗർ സിറപ്പ് അല്ല, ഞാൻ ഇത് ക്യാൻ ചെറി ചോപ്പ് ചെയ്തിട്ട് സിറപ്പ് ഉണ്ടാക്കി അതരിച്ച് മാറ്റിട്ട് അതിൽ മിക്സ് ചെയ്ത് റമ്മൊക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകും ഇവിടെ. ശാലിനിയുടെ ഇന്നത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് ഗംഭീരമായിട്ട് വരട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യാം. ബട്ടർ നന്നായിട്ട്, ഞാൻ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിരിക്കുന്നത്. നമ്മൾ ബട്ടർ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് മൈദയും കൊക്കോ പൗഡറും കൂടിയിട്ട് അരിച്ച്, അത് 1 കപ്പ് മൈദയും കൊക്കോ പൗഡറും കൂടി അരിച്ച് അതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡർ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. എത്ര ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് ടേസ്റ്റ് വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ നുള്ളു ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഈ കൊക്കോ പൗഡറും മൈദയും കൂടി നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്തു. മുട്ട നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കുറച്ച് പൊടിച്ചെടുക്കണം. പഞ്ചസാരയ്ക്കൊന്നും അളവില്ല, നമ്മുടെ ടേസ്റ്റ്, നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള അത്രയും പഞ്ചസാര. മുട്ടയും കൂടി ഇടാം, 6 എണ്ണം.
6 മുട്ട നമ്മൾ നന്നായി ബീറ്റ് ചെയ്തു. ഇതിലേക്ക് ഇനി പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയും വാനില എസൻസും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം. പൊടിച്ച പഞ്ചസാര ഇട്ടു, അതിലേക്ക് ഇനി വാനില എസൻസ് ടേബിൾ സ്പൂണില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. മുട്ട പഞ്ചസാര വാനില എസൻസിൻ്റെ മിക്സിലേക്ക് ഈ ബട്ടറും കൂടി മിക്സ് ചെയ്യും. ബട്ടർ മിക്സ് നമ്മൾ മുട്ട നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് അതും കൂടി മിക്സ് ചെയ്തു. ഇനി ഇത് വേറെ ബൗളിലേക്ക് ഒഴിച്ചു. പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈദയും കൊക്കോ പൗഡറും കൊടുക്കാം. അത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ പാല് പറയണതല്ല, കുറച്ച് പാൽ. ഈ ഓവനിൽ ബേക്ക് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല, ആദ്യമായിട്ട് ഓവൻ യൂസ് ചെയ്യണേ. വീട്ടിൽ കുക്കർ കേക്ക് ഉണ്ടാക്കി, കുക്കറിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയതായിരുന്നു. അത് വിജയകരമായി ഓക്കെ ആയി. പക്ഷെ ഇതിനി എങ്ങനെയാവുമോ ആവും. അപ്പോൾ നമുക്കിനി ബേക്ക് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോവാം. ബേക്കിംഗ് ടിൻ, ഇതിൽ നമ്മൾ നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ പാൻ്റെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് നന്നായി ബട്ടർ തേച്ച് അതിൻ്റെ മേലെ കുറച്ച് മൈദയും കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെറുതെ ഞാൻ തൂവുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലിനി ബട്ടർ നന്നായി തേച്ച് ബ്രഷിനേക്കാളൊക്കെ നല്ലത് കൈ കൊണ്ട് നന്നായി തേക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മൈദ അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കേക്ക് മിക്സ് ഒഴിക്കാം. ിലേക്ക് ഇത് ഫുള്ളായി ഒഴിക്കരുത്, ഹാഫ് ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ബേക്ക് ചെയ്യുമ്പോൾ പൊന്തി വരും. നമ്മൾ ഹാഫ് ടിൻ മിക്സ് നമ്മൾ റെഡിയാക്കി. സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ബബിൾസൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഇത് നമുക്കിനി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ ഞാൻ ഫസ്റ്റ് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം.
ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ദൈവമേ ശരിയായിരുന്നു. കുക്കറിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് കിട്ടി. പക്ഷേ ബേക്ക് ചെയ്യുമ്പോൾ എന്താവും ഒരു പിടുത്തവുമില്ല. നോർമൽ ബേക്കിംഗ് ഇത് മൈക്രോവേവും അല്ല. അപ്പോൾ നമ്മുടെ കേക്ക് ആവാൻ 40 മിനിറ്റ് എടുക്കും. അതിനുള്ളിൽ നമുക്ക് ഡെക്കറേഷനുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കണം, സിറപ്പ് റെഡിയാക്കണം, പിന്നെ അതിന് ബേസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം ബേസിനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. കേക്കിൻ്റെ ബേസ് റെഡി. കുറച്ചും കൂടി ഇത്തിരി ബലം കുറവുണ്ട്. അതുകൊണ്ട് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. സെർവ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ സെറ്റാകാൻ വയ്ക്കാം. നല്ല ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. എന്തായി കേക്ക് വെച്ചാ എന്തായി ബാക്കിയുള്ള ഡെക്കറേഷനുള്ള സംഭവങ്ങൾ റെഡിയാക്കിയാൽ ക്രീം റെഡിയാക്കിയോ? അപ്പൊ നീ നിന്റെ നല്ല കട്ട പിടിച്ചിരുന്ന അതോ കട്ടായിട്ടിരുന്ന് അതിങ്ങനെ അടിച്ചാൽ മതി. ഞാൻ കൈ കൊണ്ട് തന്നെ കഷ്ടി നക്കി വെക്കട്ടെ. ഐസ്ക്രീം കുടിക്കണ്ടേ? നല്ല ടേസ്റ്റില്ലേ? മധുരം കുറവാണല്ലോ. അത്രേ ഉള്ളൂ. ഇല്ല കുറച്ച് ഞാൻ ഇട്ടിട്ട് വരുന്നേ ഉള്ളൂ. മധുരം ഇടണം. ആ കണ്ടോ, അപ്പൊ ഇവിടെ വന്നത് എന്ത് ഉപകാരമായി. ഞാൻ ഇച്ചിരി പച്ചക്കറി എടുക്കാന്ന് പറഞ്ഞു. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മധുരം വേണം തോന്നി വന്നത് ഉപകാരമായി. ടിപ്പ് പറഞ്ഞതിന് ഫസ്റ്റ് കിട്ടിയ ഞാനാണ് അതിന്റെ ക്രെഡിറ്റ്. അതെ, മധുരം ഇട്ടുകൊണ്ട് ലാസ്റ്റ് ആണെങ്കിലും നീ എടുത്തോ ക്രെഡിറ്റ്. എനിക്ക് വേണ്ട പോരെ. തേർഡ് ആണെങ്കിലും നീ എന്നെ എടുത്തോ. അപ്പൊ ടാറ്റാ ബൈ ബൈ. എവിടെ പോകും? അവള് ബ്ലാക്ക് ഫോറസ്റ്റ്. അല്ല അവള് മാംഗോ. അപ്പൊ അങ്ങോട്ട് പോകണം.
കേക്ക് ബേക്കായിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം 15 മിനിറ്റ്. എന്നിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ആ സമയത്തിൽ നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. സിറപ്പിന് നമ്മുടെ ടിൻ ചെറീസാണിത്. ടേസ്റ്റുള്ള സിറപ്പ്. നമ്മൾ ചെറിയും കാൻഡ് ചെറി നമ്മൾ കുരു കളഞ്ഞിട്ട് ചെറുതായി മുറിച്ചു. കുറച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാര, നമ്മൾ മധുരം പോലെ സിറപ്പ് നല്ല മധുരം പോലെ ചെയ്യാം. ഇനി ഇത് ഒന്നും കൂടി പഞ്ചസാര കഴിയുമ്പോൾ ഇതിലെ ചെറി മൊത്തം നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കണം. എന്നിട്ട് ബാക്കിയുള്ള സിറപ്പ് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് 2 സ്പൂൺ റമ്മ്, വിസ്കി, അത് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്താ പറയുക, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ചെറിയ നമുക്ക് അരിച്ചെടുക്കാം. അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. സിറപ്പൊന്ന് ചൂടാകണം. അതിന് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ സിറപ്പിലേക്ക് 2 സ്പൂൺ റമ്മ്. അപ്പോൾ 2 സ്പൂൺ, 1 സ്പൂൺ ഒഴിച്ച് നോക്കാം. 1 സ്പൂൺ ഒഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അടുത്തത് ഒഴിക്കാം. അല്ലെങ്കിൽ കേക്ക് കഴിക്കുമ്പോഴേക്കും ഇത് ഞാൻ സരിയയ്ക്ക് കൈമാറുന്നു. സരിയെ കൈമാറിയിരിക്കുന്നു. ഇപ്പം നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇത് അവിടെ സെറ്റ് ആവട്ടെ. ഉൾക്കര പർവ്വതം പോലെ ഓരോ ഗർത്തങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. കല്ല് പോലെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവുമോ? ഇനി നമുക്ക് ചോക്ലേറ്റ് നമുക്കപ്പം കേക്ക് ഈ ടോപ്പ് പോർഷൻ ഒന്ന് കറക്റ്റ് ലെവലായി കട്ട് ചെയ്യാം. 3 ലെയറായി കട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കേക്കിൻ്റെ ബേസ് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് 2 ലെയറായി കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലും കറുത്തം, മൊത്തം കറുത്തങ്ങളാണ്. ഇനി അടുത്ത ഇതിനെ 2 ആക്കി മുറിക്കാം.
മിക്കവാറും ഫസ്റ്റ് ലെയർ ഓർത്തിട്ടുണ്ടാവും. വാവ്, സൂപ്പർ. ഓട്ട കുഴപ്പമില്ല, നമുക്കതൊക്കെ ഫില്ല് ചെയ്യാം. വീണ്ടും വിഷ്ണു ലോകം, അതാ നമുക്ക് ഈ കേക്ക് മാറ്റിടാം. ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ മധുരം കൂടിയോ എന്ന് സംശയിച്ചു. ഇപ്പോൾ ഒട്ടും മധുരമില്ല. സിറപ്പ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം, സെറ്റ് ചെയ്യാം കേക്ക്. അതിനായി ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഷുഗർ പഞ്ചസാര ഇട്ടിട്ട് സെൻറ്ററിൽ കുറച്ച്, എന്നിട്ട് നമ്മുടെ താഴത്തെ ലെയർ ഇതെന്താ കട്ട് ചെയ്തിട്ടുണ്ട്. പനിയുണ്ട് ഗർത്തം. വെച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പില്ലേ, അതിന് മുമ്പ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ സിറപ്പ് നന്നായി ഇറങ്ങുള്ളൂ. ഇനി നമ്മുടെ ഈ ചെറിയ സിറപ്പും റമ്മും കൂടി മിക്സ് ചെയ്ത ഈ സിറപ്പ് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇതെങ്ങനെ ഇരിക്കുമോ ആവോ. ഇതിൻ്റെ മേലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇടാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ചെറി ഇടാം. ഇതിൻ്റെ മേലേക്ക് നമുക്കിനി അടുത്ത ലെയർ കേക്ക് വയ്ക്കാം. അടുത്തല്ല, ലാസ്റ്റ് ലെയർ. നമുക്ക് സിറപ്പ് ഒഴിക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം വീണ്ടും ഇതിന് മേലേക്ക് അപ്ലൈ ചെയ്യാം. ഫുൾ കവർ ചെയ്യണം. അതുപോലെ സൈഡ് പോർഷനും ഫുൾ ക്രീം വെച്ച് വിപ്പ് ക്രീം വെച്ച് കവർ ചെയ്ത് വെക്കണം. നമുക്ക് ഇത് മൊത്തം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നൊരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം.
നമ്മുടെ ക്രീം ഇട്ടിട്ട് കേക്ക് കവർ ചെയ്തിട്ടുണ്ട്. കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കും ഞാൻ മിക്കവാറും ഇനിയും ജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ചീകി വെച്ചിട്ടുണ്ട്. അത് ഈ സൈഡ് മൊത്തം ഞാൻ ഒപ്പിക്കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി രശ്മി ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം.